ഹായ് ഫ്രണ്ട്സ്, സ്വപ്നസഞ്ചാരിയിലെ ഏറ്റവും പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്ക് സ്വാഗതം. ഇപ്പോഴത്തെ ഞാനിന്ന് വന്നിട്ടുള്ള ചെറിയൊരു ബൈക്കിൻ്റെ ഒരു ചെക്കപ്പാണ്. അപ്പോൾ ഇന്നലെ ഞാൻ ഓട്ടം കഴിഞ്ഞ് തിരിച്ചു വന്നപ്പോൾ, ഒരു റൈഡ് കഴിഞ്ഞ് വന്നപ്പോൾ എൻ്റെ വണ്ടി കൂളൻ്റ് കുറവായിട്ട് എനിക്ക് തോന്നി. അപ്പോൾ ഞാൻ രാവിലെ ഒന്ന് ചെക്ക് ചെയ്യാമെന്ന് വിചാരിച്ചതാണ്. അപ്പോൾ നമ്മൾ കമ്പനി സർവീസ് ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ നമ്മളൊന്ന് പ്രോപ്പറായിട്ടും നമ്മളൊന്ന് ചെക്ക് ചെയ്യുന്നത് നന്നായിരിക്കും. കാര്യം നമ്മൾ കമ്പനി സർവീസ് ആണെങ്കിൽ നമ്മൾ പറഞ്ഞാൽ മാത്രമേ ഓയിലൊക്കെ ഒന്ന് ചെക്ക് ചെയ്തവർ ഒഴിക്കത്തുള്ളൂ. അല്ലാതെ നമ്മളൊന്ന് ചെക്ക് ചെയ്യുന്നത് നന്നായിരിക്കും. ചെക്ക് ചെയ്താൽ നമുക്ക് തന്നെ ഉപയോഗപ്പെടും. അപ്പോൾ ഞാൻ ആ ഒരു ചെക്ക് ചെയ്യുന്ന ചെറിയൊരു വീഡിയോ ആണ്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകട്ടെ. അപ്പോൾ ഫ്രണ്ട്സ്, ഇത് എൻ്റെ വാഹനം KTM RC 200 ആണ്. അപ്പോൾ ഇതിൻ്റെ കൂളൻ്റ് ടാങ്കാണ് ഇത് ഈ കാണുന്നത് കേട്ടോ. അപ്പോൾ ഇതാണ് കൂളൻ്റ് ടാങ്ക്. കൂളൻ്റ് നമ്മൾ ലോ ഫ്യൂലാണ്, അതായത് നമ്മൾ ലോ ഓയിലാണ് കിടക്കുന്നത്. മീഡിയത്തിൻ്റെ ഒരു ലെവലുണ്ട്, അതിൻ്റെയും താഴെയാണ് കിടക്കുന്നത്. അപ്പോൾ ഇത് ഫില്ല് ചെയ്യാനായിട്ടുള്ള ശ്രമമാണ്. അപ്പോൾ നമ്മൾ ഈ KTM RCയിലുള്ള പ്രത്യേകത, ഇതിങ്ങനെ കൂളൻ്റ് ഒഴിക്കാനായിട്ട് കഷ്ടപ്പാടുണ്ട്. അപ്പോൾ ഞാനത് നിറയ്ക്കാനുള്ളൊരു ചെറിയ ട്രക്ക് പരിപാടി ചെയ്യാൻ പോവുകയാണ്. ഇത് എൻ്റെ കയ്യിൽ കൂളൻ്റ് ഇരിപ്പുണ്ട് കേട്ടോ. അപ്പോൾ ഇതാണ് കൂളൻ്റ്. ഞാനിവിടെ ഓൾറെഡി എൻ്റെ കയ്യിൽ സ്റ്റോക്ക് ഉണ്ടായിരുന്നതാണ്. അപ്പോൾ ഇത് നിറയ്ക്കാനായിട്ട് ഞാനൊരു ചെറിയൊരു ട്രക്ക് എടുക്കാൻ പോവുകയാണ്. പഴയ ഒരു സിറിഞ്ചാണ് കണ്ടത്. ഇതൊരു സിറിഞ്ച് ഞാനിവിടെ ഉപയോഗശൂന്യമായി കിടന്നൊരു സിറിഞ്ചാണ്. അപ്പോൾ ഇതിൽ നിറച്ചിട്ട് തിരിച്ചതിലേക്ക് പമ്പ് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ ഞാനിത് ഇവിടെ ഒരു അടപ്പിലൊഴിച്ചെടുത്തിട്ടുണ്ട് കേട്ടില്ലേ. അപ്പോൾ ഇനി ഇത് ഈ ഒരു സിറിഞ്ചിൽ വലിച്ചെടുത്തിട്ട് ഞാൻ കാണിച്ചു തരാം. ഇതേപോലെ എടുത്തിട്ട് നമുക്ക് നേരെ പമ്പ് ചെയ്യാനായിട്ട് സാധിക്കും കേട്ടോ. നേരെ പമ്പ് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ അതാണ് നമുക്ക് ഒഴിക്കുന്നതിനേക്കാളും എളുപ്പം കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ, വളരെ സിമ്പിളാണ് നമുക്കിതിൽ കൂളൻ്റ് നിറയ്ക്കാനായിട്ട്. പിന്നെ നമ്മൾ വണ്ടിയിൽ ഞാൻ എന്തായാലും വന്ന സ്ഥിതിക്ക് ഇതിൻ്റെ ഫുള്ളൊന്ന് ചെക്ക് ചെയ്യാനായിട്ട് പോവുകയാണ്. അപ്പോൾ ഞാൻ ഈ കൂളൻ്റ് ടാങ്ക് ഞാൻ ഇതേ ക്ലോസ് ചെയ്തിട്ടുണ്ട്. ഇനി അടുത്ത് നമ്മൾ ബ്രേക്കിൻ്റെ ഫ്ലൂയിഡ് നോക്കാനായിട്ട് പോവുകയാണ്. ഇവിടെ ലെവലുണ്ട്. അപ്പോൾ എൻ്റെ ബ്ലാക്ക് ഫോൾഡ് കറക്റ്റായിട്ടുണ്ട്. അപ്പോൾ ഇത് ബാക്കിലത്തെ ബ്രാക്കിൻ്റെ ഫ്ലൂയിഡാണ്, അതും കറക്റ്റായിട്ട് ലെവലുണ്ട്. ഇതൊക്കെ നമുക്കൊന്ന് നോർമലി ചെക്ക് ചെയ്താൽ നമുക്ക് വളരെ നിസ്സാരമായിട്ട് കണ്ടുപിടിക്കാവുന്ന പ്രശ്നമാണ്. അപ്പോൾ ഫ്രണ്ട്സ്, ഇതേപോലെ ഒന്ന് ചെക്ക് ചെയ്ത് നമ്മൾ ഫില്ല് ചെയ്താൽ മാത്രം മതി. അപ്പോൾ ഇതെല്ലാം ക്ലിയർ ആവുന്നതാണ്. കാരണം നമ്മൾ ഏകദേശം നമ്മളെല്ലാവരും ബൈക്ക് ഉപയോഗിച്ചിട്ട് നമ്മൾ കമ്പനി സർവീസ് ചെയ്യുന്നുണ്ടെങ്കിലും കൂളൻ്റൊക്കെ നമ്മൾ പറഞ്ഞാൽ മാത്രമേ അവർ ചേഞ്ച് ചെയ്ത് തരത്തുള്ളൂ. അല്ലാതെ അവർ ഓൾറെഡി നോക്കത്തൊന്നുമില്ല. അപ്പം നമ്മൾ ഇതേപോലെ ഒന്ന് ഇടയ്ക്ക് ചെക്ക് ചെയ്താൽ നമ്മുടെ വണ്ടി ഒരുപാട് കാലം ലൈഫ് നിൽക്കുകയും എൻജിൻ കംപ്ലൈൻറ്റോ ഒന്നും വരാതിരിക്കുകയൊക്കെ ചെയ്യും. അപ്പോൾ ഇത് ചെറിയൊരു വീഡിയോ ആണ്. ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.